എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്നും മനുഷ്യരുടെ പൊതുവായിട്ടുള്ള സമീപനങ്ങൾ രീതികൾ എങ്ങനെയാണെന്നും പ്രകൃതി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നതെന്നൊക്കെ നമ്മൾ ക്രമേണ തിരിച്ചറിയുകയും ഈ ജ്ഞാനം കൂടുതൽ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാനും മെച്ചപ്പെട്ട ജീവിതം നയിക്കാനും ഈ അറിവുകൾ നമുക്ക് കാരണമാകുകയും ചെയ്യും. അതേ സമയത്ത് ജ്ഞാനം സ്വീകരിക്കുന്ന മറ്റൊരു രീതിയാണ് ധ്യാനിക്കുക എന്നത്. ഈശ്വരീയമായിട്ടുള്ള അറിവുകൾ, ഇപ്പോൾ മഹർഷിമാരും ധ്യാനികളും യോഗികളൊക്കെ അവർ പലപ്പോഴും പുസ്തകങ്ങളിൽ നിന്നായിരിക്കുമല്ലോ അവർ പറയുന്ന കാര്യങ്ങൾ, പുസ്തകം വായിച്ചിട്ടായിരിക്കുമല്ല, അവർ ആന്തരികമായിട്ടുള്ള സംവേദനം, ആന്തരികമായിട്ടുള്ള ഉള്ളറിവ് കൊണ്ടായിരിക്കും പറയുന്നത്. അതുകൊണ്ട് ജ്ഞാനം സ്വീകരിക്കാൻ വേണ്ടി രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന് ഭൗതിക ജീവിതത്തിൻ്റേതായിട്ടുള്ള സാധാരണ ജീവിതം, അനേകം ജന്മങ്ങളെടുത്ത് അനുഭവങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് മനുഷ്യരെ മനസ്സിലാക്കാനും മനുഷ്യരെ കൈകാര്യം ചെയ്യാനും ഭൗതിക ജീവിതത്തിൻ്റെ രീതികളൊക്കെ ഇതൊക്കെ ഇങ്ങനെയാണ്. ആരുടെ ജീവിതത്തിലും മരണം വരും, ആരുടെ ജീവിതത്തിലും രോഗം വരും, ആരുടെ ജീവിതത്തിലും സങ്കടം വരും, ആരുടെ ജീവിതത്തിലും പ്രതിസന്ധിയും പരാജയവും വരുമെന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഒരൊറ്റ മാർഗ്ഗമുള്ളൂ, അതിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കുക എന്നല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. 5 വർഷം കഴിഞ്ഞാലോ 50 വർഷം കഴിഞ്ഞാലോ 5000 വർഷം കഴിഞ്ഞാലും ഈ സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാകും. അത് പ്രകൃതിയുടെ രീതികളാണ്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയുകയും കുറച്ചും കൂടി മെച്ചപ്പെട്ട മനോസമീപനം വളർത്തിയെടുക്കാനും ഈ ഭൗതിക ജീവിതത്തിൽ നിന്നുള്ള അറിവുകൾ നമ്മളെ സഹായിക്കും. അതേസമയത്ത് ആത്മീയമായിട്ടുള്ള അറിവുകൾ, ഉൾക്കാഴ്ചകളെന്നൊക്കെ പറയുന്നത്, ബുദ്ധനെ പറ്റി ഒരു കഥയുണ്ട്. ബുദ്ധൻ ഇങ്ങനെ പ്രസംഗിച്ച് നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരൊക്കെ പറഞ്ഞു, ഇതൊന്നും പുസ്തകങ്ങളിലൊന്നും എഴുതപ്പെട്ടതല്ല, നീ പറയുന്നത് പലതും പുസ്തകങ്ങളിലൊന്നും പറയാത്തതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ പിന്നെ ഇതുകൂടി പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ പുസ്തകത്തിൽ പഴയ പുസ്തകങ്ങളിൽ മഹാഗ്രന്ഥങ്ങളിലൊന്നും എഴുതി വെക്കാൻ പറ്റുകയില്ലെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാലത് കത്തിച്ച് കളഞ്ഞേക്കൂ, കാരണം ഇപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല, ഇപ്പോൾ അദ്ദേഹം ഉണ്ടല്ലോ. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലെ പുതിയ അറിവുകൾ, ജീവിതം പുതിയ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പുസ്തകത്തെ എഴുതിയ പോലെ ഒരു സാഹചര്യം ജീവിതത്തിൽ വരാനുള്ള സാധ്യത വളരെ പുസ്തകത്തിൽ എഴുതി വെച്ചതുപോലെയുള്ളൊരു ജീവിതം, പുസ്തകത്തിൽ എഴുതി വെച്ചതുപോലെയുള്ളൊരു സന്ദർഭം നമ്മളുടെ ജീവിതത്തിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മുടെ ജീവിതം നമ്മുടേത് മാത്രമായതുകൊണ്ട് നമ്മുടെ ജീവിതാനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വികാരങ്ങളൊക്കെ വ്യത്യസ്തമായതുകൊണ്ട് നമ്മൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. ഈ ഒരു സങ്കടം വന്നല്ലോ, എന്നാൽ പിന്നെ സങ്കടത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പുസ്തകം നോക്കി നമുക്ക് പഠിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായി, ഉടനെ നമ്മൾ പുസ്തകം പഠിച്ചിട്ട് ഈ സാഹചര്യം എവിടെയാണ് കാണുന്നതെന്ന് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആന്തരികമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത് ഈശ്വരനിൽ നിന്നുള്ള അറിവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജ്ഞാനം ആർജിക്കാനുള്ള 2 മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന് ഭൗതിക ജീവിതത്തിലൂടെ കടന്നു പോകുന്നതിലൂടെ നമ്മൾ ജ്ഞാനം നേടും. രണ്ടാമത്തേത് ആത്മീയമായിട്ടുള്ള സബരി അല്ലെങ്കിൽ ധ്യാനം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ജ്ഞാനം ലഭ്യമാകും. അതുകൊണ്ട് സുഗ്രീവൻ ജ്ഞാനയോഗിയാണ് എന്ന് പറയുമ്പോൾ അത് ധ്യാനം അഭ്യസിക്കുന്നതല്ല, ധ്യാനത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണെന്ന് കരുതേണ്ടി വരും. ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞത്? ഈ ധ്യാനം അനുഷ്ഠിക്കുന്ന വിദ്യയെ രാജയോഗം എന്നാണ് വിളിക്കുന്നത്. സുഗ്രീവൻ രാജാവായിരിക്കുന്നത് രാജയോഗയായിട്ടുള്ള ധ്യാനത്തിൻ്റെ പ്രതീകം ആയതുകൊണ്ടാണ്. സത്യത്തെ വാനര രാജ്യത്തെ രാജാവാരായിരുന്നു? ആരാണ്? ബാലിയായിരുന്നു. ബാലിയിൽ നിന്ന് അത് സുഗ്രീവന് ലഭിച്ചിട്ട് അദ്ദേഹം അത് തിരിച്ചെടുക്കുന്ന കഥയാണ് രാമായണത്തെ വിശദീകരിച്ചിരിക്കുന്നത്. പക്ഷേ സുഗ്രീവനെ വാനര രാജാവായിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് സുഗ്രീവൻ പ്രതിനിധീകരിക്കുന്ന ധ്യാനയോഗ അല്ല ജ്ഞാനയോഗ, ആത്മീയമായിട്ടുള്ള ആചരണങ്ങളുടെ, ആത്മീയ പരിശീലനങ്ങളുടെ, ആത്മീയ സാധനങ്ങളിൽ രാജയോഗ എന്നാണ് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ആ തത്വം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ കഥ ഇങ്ങനെ വിശദീകരിക്കപ്പെടേണ്ടി വരുന്നു, കഥ ഇങ്ങനെ പറയേണ്ടി വരുന്നു. അപ്പോൾ ആത്മീയ പരിശീലനങ്ങളുടെ പിന്തുണയോടെ, ആത്മീയ സാധനങ്ങളുടെ പിന്തുണയോടെ നമ്മൾ ബുദ്ധി കീഴടക്കി വെച്ചിരിക്കുന്ന ഭൗതിക ജീവിതത്തെ ആത്മീയമായിട്ടുള്ള ധർമ്മങ്ങൾ നിർവഹിക്കാൻ തക്കവിധം തിരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇനിയിപ്പോൾ യുദ്ധമായിരിക്കും, യുദ്ധത്തിന് സമയമുണ്ട്, ലേശം സമയമുണ്ട്, അവിടെ വെച്ചാണ് യുദ്ധം. അങ്ങനെ രാവണനും ബുദ്ധിയുടെ മറ്റ് ഗുണങ്ങളും, ബുദ്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണ്? ബുദ്ധി എന്തിനെയാണ് സൃഷ്ടിക്കുന്നത്? ഇപ്പോൾ
ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ ആരും പറയാത്ത ഒരു പരിഹാരം നമുക്ക് വേണ്ടി വരും. ഇത് ജീവിതത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി കാണുന്നത്. എന്ത് വേണം അതിനെ പരിഹരിക്കണമെങ്കിൽ? ഒരു പ്രശ്നം വരുമ്പോൾ പരിഹരിക്കണേ എന്ത് വേണം? നമ്മളിൽ ഒരു സാഹചര്യം വന്ന് അതിന് വേണം. പക്ഷെ ബുദ്ധിയില്ലെങ്കിൽ നമുക്ക് പുതിയതൊന്നും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ശാസ്ത്രജ്ഞന്മാർ കാണാമല്ലേ വളരെ ബുദ്ധിയോടെ ആയിരിക്കും. നമുക്കൊരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നില്ല, നമ്മൾ അയൽവക്കത്തെ ചേട്ടനോട് പോയി ചോദിക്കുന്നത് എന്താണ്? അയാളുടെ ബുദ്ധിയിൽ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ബുദ്ധിയില്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല. ബുദ്ധിയില്ലെങ്കിൽ ഇപ്പോൾ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് പെരുമാറാനുള്ള ഒരു മാർഗം നമുക്ക് രൂപീകരിക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് ബുദ്ധി എന്ന് പറയുന്നത് നിരന്തരം സൃഷ്ടി നടത്തുന്നതാണ്. പരമമായിട്ടുള്ള ബുദ്ധിയാണ് പരമമായിട്ടുള്ള ബ്രഹ്മാവ് എന്ന് പറയുന്നത്. നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ആശയം സൃഷ്ടിക്കണമെങ്കിലും നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ഭാവന ചെയ്തിട്ട് കണ്ടെത്തണക്കിലൊക്കെ നമുക്ക് നല്ല ബുദ്ധി വരും. ബുദ്ധിയുടെ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ബുദ്ധി ആദ്യമായിട്ട് പ്രകടമാകുന്നത്, ബുദ്ധിയുടെ നിലവാരം പ്രകടമാകുന്ന ആദ്യമായിട്ട് ഏറ്റവും പ്രാഥമികമായിട്ട് ഒന്നാമത് പ്രകടമാകുന്നത് നമ്മുടെ വാക്കുകളിലാണ്. നമ്മളൊരാൾ ബുദ്ധിയുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അയാൾ പറയും ഞാൻ നല്ല ബുദ്ധിമാനാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? വിശ്വസിക്കല്ലേ. പിന്നെ എങ്ങനെയാണ് നമ്മൾ അറിയുന്നത് ശരിക്കും ഇയാൾ ബുദ്ധിമാനാണെന്ന്? അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിൽ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിലൊക്കെ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഉയർന്ന നിലവാരം വേണം. വീണ്ടും ആവർത്തിക്കുകയാണ്, ബുദ്ധി ആദ്യമായിട്ട് പ്രകടമാകുന്നത് വാക്കുകളിലാണ്. നമ്മൾ ഏത് രീതിയിലുള്ള വാക്കുകളാണ് പ്രയോഗിക്കുന്നത്, എത്രമാത്രം നയതന്ത്രജ്ഞതയുള്ള, എത്രമാത്രം റിസൾട്ട് കിട്ടുന്ന വാക്കുകളാണ് പ്രയോഗിക്കുന്നത് എന്നതിനനുസരിച്ചിരിക്കും. അപ്പം ബുദ്ധിയുള്ളവരിങ്ങനെ വാക്കുകളൊക്കെ എറിഞ്ഞു കൊടുത്ത് സ്വയം കുളത്തിൽ ആകില്ല. ആ വാക്കല്ല പ്രയോഗിക്കേണ്ടത്, ഈ വാക്ക് പ്രയോഗിക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ ആവശ്യം നിർവഹിക്കുകയും ചെയ്യും. മറ്റുള്ളവർക്ക് പ്രകോപനം അല്ലെങ്കിൽ ആ വാക്ക് വേണ്ട, കുറച്ചും കൂടെ കട്ടിയുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് ലേശം കൂടി ഡിസിപ്ലിൻ, അച്ചടക്കം പുലർത്തിയേക്കാം. അല്ല, ആ വാക്ക് വേണ്ട, അല്ലെങ്കിൽ ഇയാൾ ഇച്ചിരി അകന്ന് നിൽക്കുക എന്നല്ല, അതുകൊണ്ട് വേറെ ഒരു വാക്ക് അവിടെ പ്രയോഗിച്ചിട്ട് അകലം കൂട്ടാമെന്നൊക്കെ വിചാരിക്കുക. അതുകൊണ്ട് പ്രാഥമികമായിട്ട് ബുദ്ധി പ്രകടമാക്കുന്നത് വാക്കുകളുടെ രൂപീകരണത്തിലാണ്. അതുകൊണ്ട് രാവണൻ ബുദ്ധിയെ പ്രതിനിധീകരിക്കുമ്പോൾ ഈ ബുദ്ധിയുടെ ഉൽപ്പന്നങ്ങളെയാണ് രാവണൻ്റെ മക്കളായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു കഥാപാത്രത്തിൻ്റെ മക്കളായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ആ കഥാപാത്രത്തിൻ്റെ മക്കളായിട്ട് ഇതെല്ലാം പറഞ്ഞു വരുന്നത് നമ്മൾ യുദ്ധം ഇവിടെ ഉടനെ സംഭവിക്കും. അതുകൊണ്ട് നമ്മൾക്ക് വളരെ പെട്ടെന്ന് ഇന്ദ്രജിത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്, എന്നാലേ നമ്മുടെ കഥ അവസാനിക്കുള്ളൂ. അതുകൊണ്ട് ഇന്ദ്രജിത്ത് എന്ന് പറയുന്നത് ഇന്ദ്രനെ തോൽപ്പിച്ചവനാണ്. ഇന്ദ്രൻ ആരാണ്? ഇന്ദ്രിയങ്ങളുടെ അധിപനാണ്. നമ്മുടെ കണ്ണുകൾ എങ്ങോട്ട് നോക്കണമെന്നും നമ്മുടെ ചെവികൾ എന്ത് ശ്രവിക്കണമെന്നും നമ്മുടെ നാവ് എന്ത് രുചിക്കണമെന്നൊക്കെ നിശ്ചയിക്കുന്ന ആരാണ്? നമ്മുടെ ഇച്ഛയാണ്, നമ്മുടെ താല്പര്യമാണ്. ഒരുപാടുണ്ട്. നമ്മുടെ ഇച്ഛയെ നമ്മൾ മാറ്റി വെക്കുന്നു. ഇനി മെല്ലും ചായ കഴിക്കുന്നില്ല, വെറും ചൂടുവെള്ളം മാത്രം കഴിച്ച് നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ തന്നെ വാക്കുകൾ ഇന്നലെ ചിന്തിച്ചതുപോലെ അല്ല നമ്മുടെ മനസ്സിൽ വാക്കുകൾ രൂപപ്പെടുത്തുന്നതെങ്കിൽ നമ്മളുടെ മനസ്സ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ മാറും. ഇന്നലെ കേട്ടപ്പോൾ അത് നല്ലതായിട്ട് തോന്നി, പക്ഷേ നമ്മുടെ മനസ്സിലെ താല്പര്യം മാറി. ഇനി അയാൾ പറയുന്നത് നമ്മൾ കേൾക്കുകയെ. അതുകൊണ്ട് നമ്മുടെ ഇച്ഛകളെ നിയന്ത്രിക്കുന്നത് വാക്കുകളാണ്. ശരിക്കും വാക്കുകളുടെ എഫക്റ്റാണ്. അവർ പറഞ്ഞതിൻ്റെ എഫക്റ്റ് കാരണം നമ്മുടെ ഇഷ്ടങ്ങളിൽ മാറ്റം വന്നു. ഇന്ദ്രജിത്തിന് മേഘനാഥൻ എന്നാണ്. വാക്കുകളുടെ നാദമാണ്, പ്രകമ്പനമാണ്. നമ്മൾ വായിച്ച വാക്കുകളുടെ പ്രകമ്പനം, നമ്മൾ കേട്ട വാക്കുകളുടെ പ്രകമ്പനം, നമ്മൾ അറിഞ്ഞ അറിവുകളുടെ പ്രകമ്പനമൊക്കെ നമ്മളിൽ മാറ്റങ്ങൾ ഈ പ്രകമ്പനം. അതുകൊണ്ടാണ് ഓരോ ആൾ സംസാരിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ എന്ത് പ്രകമ്പനം ഉണ്ടാക്കിയെന്ന് ലോകത്തിൽ ആർക്കും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ദ്രജിത്തിനെ മായാവിദ്യയുടെ ഒരു വലിയ ആശാനാണ്. ആർക്കും കാണാൻ പറ്റില്ല. മറ്റുള്ളവരുടെയും വായിക്കുന്ന വാക്കുകളുടെയും കേൾക്കുന്ന വാക്കുകളുടെയൊക്കെ എഫക്റ്റ് എന്താ ഉണ്ടാക്കുന്നതെന്നൊരു മായയാണ്. മറ്റാർക്കും അതറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ബുദ്ധിയെ കീഴടക്കാൻ വേണ്ടി ആന തരാൻ ചേന തരാന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുന്ന ഭൗതിക ജീവിതത്തിൽ നിന്ന് ആത്മീയമായിട്ടുള്ള സാധനയിലേക്ക്, ആത്മീയമായിട്ടുള്ള അറിവുകളിലേക്ക് ജീവിതത്തെ മാറ്റുമ്പോൾ ഏറ്റവും വലിയ യുദ്ധം ഉണ്ടാക്കാൻ പോകുന്നത് ഈ മറ്റുള്ളവരുണ്ടാക്കുന്ന വാക്കുകളുടെ സ്വാധീനം, പുസ്തകങ്ങളിൽ നിന്നുണ്ടാക്കുന്ന സ്വാധീനമാണ്. ഈ വാക്കുകളുടെ സ്വാധീനത്തെയാണ്
ആത്യന്തികമായിട്ട് ഇന്ദ്രജിത്ത് എന്ന് പറയുന്നത്. ഈ വാക്കുകളുടെ സ്വാധീനം കാരണം നമ്മളിലെ ആത്മബോധം ക്ഷയിച്ചു പോകും. ഇതും കൊണ്ടൊന്നും നടന്നാൽ പോരാ, ഇതൊന്നും അല്ല ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങളെ ശരിയായിട്ട് കാണുകയൊക്കെ വേണമെന്ന് അയൽവക്കംകാർ പറയുമ്പോൾ നമ്മൾ ഉടനെ നമ്മുടെ ഇഷ്ടം മാറ്റിവെക്കും. ഇന്ന് നമ്മൾ പോകുന്നില്ലെന്ന് വെക്കും, ഇനി നമ്മൾ ഗ്രന്ഥം വായിക്കുന്നില്ലെന്ന് വെക്കും. കുട്ടികളുടെ വാക്കുകളുടെ സ്വാധീനം, ദാമ്പത്യ പങ്കാളികളുടെ വാക്കുകളുടെ സ്വാധീനം, അയൽവാസികളുടെ വാക്കുകളുടെ സ്വാധീനം, അധ്യാപകരുടെ വാക്കുകളുടെ സ്വാധീനം, CD-യിലുണ്ടാകുന്ന പ്രഭാഷണങ്ങളുടെ സ്വാധീനം, ഇങ്ങനെ വാക്കുകളുണ്ടാക്കുന്ന സ്വാധീനം കാരണം നമ്മുടെ ഇഷ്ടങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ആത്മീയ കേന്ദ്രീകൃതമായ ആത്മീയമായ അറിവുകളെ പിന്തുടരാൻ തുടങ്ങുമ്പോൾ ഈ മറ്റുള്ളവരുടെയും മറ്ററിവുകളെല്ലാം കൂടെ സ്വാധീനമുണ്ടാക്കുകയും ഇതൊന്നും അല്ല ജീവിതമൊന്നും പറഞ്ഞ് നമ്മൾ പുറകോട്ട് വരികയും ചെയ്യും. അതിന് ബോധക്ഷയം എന്ന് പറയും. ബോധം ക്ഷയിക്കുക, ആത്മബോധം, അതിനെന്ത് പറയും? ബോധക്ഷയം എന്ന് പറയും, അല്ലെങ്കിൽ മോഹാലസ്യം എന്ന് പറയും. നമ്മുടെ മോഹം എന്താണ്? ആത്മീയമായിട്ടുള്ള ആത്മകേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കാന്ന നമ്മുടെ മോഹം. പക്ഷെ അതിൽ അലസരായിത്തീരും. അതുകൊണ്ട് ഈ വാക്കുകളുടെ സ്വാധീനം കാരണം നമ്മളിലുണ്ടാകുന്ന ബോധത്തിന് സംഭവിക്കുന്ന ക്ഷയത്തെയാണ് ബോധക്ഷയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആത്മീയമായിട്ടുള്ള മോഹങ്ങളിൽ നമുക്ക് അലസത തോന്നും. നമുക്ക് ഇന്ന് ഇത്രയും ലേറ്റായി, ഇന്ന് പരിശീലനമൊന്നും വേണ്ടെന്ന് വെക്കും, അലസത വരും. അതുകൊണ്ട് കഥ പറയുന്നത് യുദ്ധത്തിന് ലേശം സമയമുള്ളൂ, അതുകൊണ്ടാണ് യുദ്ധം മുറുകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ദ്രജിത്തിൻ്റെ ആക്രമണത്തിൽ, ആയുധ പാടവത്തിൽ ഭഗവാൻ രാമനും ലക്ഷ്മണനും വാനര സൈന്യവും ബോധക്ഷയത്തിലാകുകയും മോഹാലസ്യപ്പെട്ട് വീഴുകയും അവരുടെ അവയവങ്ങൾ മുറിക്കപ്പെടുകയും കുറേ പേര് മരണമടയുകയും ചെയ്തു. ആന്തരികമായിട്ടുള്ള അർത്ഥം, മറ്റുള്ളവരുടെയും വായിക്കുന്ന പുസ്തകങ്ങളെയും ഇടപെടുന്ന വിഷയങ്ങളിൽ നിന്നുമുണ്ടാകുന്ന വാക്കുകളുടെ സ്വാധീനം കാരണം നമ്മുടെ ബോധത്തിന്, ആത്മബോധത്തിന് ഭഗവാൻ രാമന് ക്ഷയം സംഭവിക്കുന്നു. ആന്തരികമായ ജാഗ്രതയെ പ്രതിനിധീകരിക്കുന്ന ഭഗവാൻ ലക്ഷ്മണന് എന്താണ് മോഹിച്ചതെന്ന് മറന്നുപോകുന്നു. നമ്മുടെ ജീവിതത്തിൽ വാനരന്മാരെല്ലാം മുറിവേക്കുകയോ മരണപ്പെടുകയോ ചെയ്യുന്നു. നമ്മുടെ ആത്മീയമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ, ദൈനംദിനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾക്കെല്ലാം വിഘാതം വരും. ഇന്ദ്രജിത്ത് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മുടെ മനസ്സിലേൽപ്പിക്കുന്ന ആഘാതമാണ്. അദ്ദേഹം മായയാൽ പ്രയോഗിക്കുന്നു എന്ന് പറയുന്നത് മറ്റുള്ളവർക്കൊന്നും അത് കാണാൻ പറ്റില്ല. ഒരു വലിയ അർത്ഥത്തിൽ നമുക്ക് തന്നെ നമ്മളിലെ മാറ്റത്തെ നിരീക്ഷിക്കാൻ പറ്റുമല്ല. ഈ മായാബന്ധിതമായിട്ടുള്ള ആക്രമണം കാരണം ഈ ഭഗവാൻ രാമനും ലക്ഷ്മണനും വാനര സൈന്യവും ബോധക്ഷയം സംഭവിക്കുകയോ മോഹാലസ്യപ്പെട്ട് വീഴുകയോ മുറിവേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു. ആന്തരികമായിട്ടുള്ള അർത്ഥം, ഈ വാക്കുകളുടെ സ്വാധീനം കാരണം ക്രമേണ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ടുള്ള താല്പര്യങ്ങൾ കുറഞ്ഞു വരും. ആത്മബോധത്തിന് കുറവ് സംഭവിക്കും. ആത്മീയമായിട്ടുള്ള നമ്മുടെ മോഹങ്ങളിൽ അലസത സംഭവിക്കും. നമ്മുടെ ബന്ധങ്ങളിലും കുഴപ്പങ്ങളിലൊക്കെ പെടും. ആ സമയത്ത് ഇവരെല്ലാം ഇങ്ങനെ മോഹാലസ്യപ്പെട്ടും ബോധക്ഷയം സംഭവിച്ചും മുറിവേറ്റും മരണപ്പെട്ടും കിടക്കുമ്പോൾ ജാംബവാൻ്റെ അടുത്തേക്ക് ആരൊക്കെയാണ് ചെന്നത്? ഹനുമാനും വിഭീഷണനും ചെല്ലുകയാണ്. എന്താ ജാംബവാനും ബോധക്ഷയം സംഭവിക്കാത്ത? ജാംബവാൻ എന്നൊരു പാർട്ടി കേട്ടിട്ടില്ലേ? വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളതാണ്. എനിവേ, ജാംബവാനെ പ്രതിനിധീകരിക്കുന്നത്, ജാംബവാനെ ഒരു കരടിയായിട്ടാണ് ഭൂരിഭാഗം കഥകളിലും വർണ്ണിച്ചിരിക്കുന്നത്. ചില പുസ്തകങ്ങളിൽ അദ്ദേഹത്തെ ഒരു വാനരനായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. ജാംബവാൻ നമ്മുടെ ജീവിതത്തിലെ എന്ത് തത്വത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ജാംബവാൻ ഒരു കരടിയായിട്ട് ഭാവന ചെയ്യേണ്ടി വരും. ജാംബവാന് കരടികളുടെ പ്രത്യേകത, കരടികൾക്ക് കാഴ്ചശക്തി കുറവാണ്. കരടികൾക്ക് കാഴ്ചശക്തി കുറവായതുകൊണ്ട് കരടികളുടെ മുമ്പിൽ ഒരു എതിരാളിയെ കിട്ടിക്കഴിയുമ്പോൾ അന്തം കുന്തമില്ലാതെ കടിച്ച് മുറിച്ച് അളന്തി പറിച്ചിട്ട് അലമ്പാക്കി കളയും. കാരണം അതിന് കൃത്യതയോടെ ആക്രമിക്കാൻ പലപ്പോഴും സാധിക്കില്ല. അതുകൊണ്ട് അത് മുച്ചൂടും അങ്ങോട്ട് ആക്രമിച്ച് കളയും. കരടികളുടെ മറ്റൊരു പ്രത്യേകത, അതിന് ഏറ്റവും ആസ്വാദ്യകരമായ ഭക്ഷണം തേനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വ്യക്തിത്വത്തിലെ കരടി എന്ന് പറയുന്നതല്ല, ജാംബവാൻ എന്ന് പറയുന്നത് നമ്മുടെ മധുരം ആസ്വദിക്കുന്ന സ്വഭാവമാണ്. പിന്നെന്താണ്? അല്ല, അങ്ങനെയല്ലല്ലോ, അത് വിശദീകരിക്കേണ്ടത്. ജാംബവാൻ എന്നതിലെ ജാം എന്ന പദം അക്ഷരം സൂചിപ്പിക്കുന്നത് ജനനം അല്ലെങ്കിൽ സുഖം എന്നും ആണ് ഡിക്ഷണറിയിലെ അർത്ഥം.
രണ്ടാമത്തെ ഭ എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് ഭാവന എന്ന വാക്കിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാമ്പവാൻ എന്നത് ഭാവന ചെയ്ത് സുഖാനുഭൂതി ഉണ്ടാക്കാനുള്ള കഴിവിനെയാണ്. നമ്മൾ വലിയ ലോട്ടറിയെല്ലാം അടിച്ച് എന്തോ ഒരു സന്തോഷമില്ലാതെ നമ്മൾ ഭക്ഷണമെല്ലാം കഴിക്കാൻ പോയിട്ട് എന്ന് പറഞ്ഞ പോലെ ഭാവന ചെയ്ത് സുഖാനുഭൂതിയിലായിരിക്കാനുള്ള കഴിവിനെയാണ് ഈ ജാമ്പവാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കരടികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം തേനാണെന്ന് പറയുന്നതും കരടികൾക്ക് ഭാഗികമായിട്ട് കണ്ണ് കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നത്. കാരണം ഭാവന ചെയ്ത് സുഖാനുഭൂതി ഉണ്ടാക്കുന്നവർക്ക് യാഥാർത്ഥ്യത്തെ കാണാനുള്ള കണ്ണ് ഉണ്ടാകില്ല. ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ സ്വപ്നാടകർ ഭാവന ചെയ്തിട്ട് അവരനുഭൂതി ആസ്വദിച്ചുകൊണ്ടിരിക്കും. ഈ ജാമ്പവാൻ ഒരിക്കലും എലിയോ ആകാശത്തൂടെ പോകുമ്പോൾ ഈ മഹാമേരു പർവ്വതത്തിൻ്റെ മുകളിൽ കാല് തട്ടിയെന്നും പറഞ്ഞുകൊണ്ട് മഹാമേരു പർവ്വതം ഇദ്ദേഹത്തെ ശപിച്ചു പോലും. ഇങ്ങനെ മനം ചെല്ലുന്നിടത്ത് തനു ചെല്ലുകയല്ലെന്ന്. അതായത് മനസ്സ് വിചാരിക്കുന്നിടത്ത് ശരീരം, അതായത് നമ്മളെ ഭാവന ചെയ്യുന്നതൊന്നും തൽക്കാലം സംഭവിക്കാൻ വേറെ ഒരു ശാപം കൂടി മഹാഗുരു മഹാമേരു പർവ്വതം കൊടുത്തു. ഒരു ശാപം കൊടുത്താൽ മതിയായിരുന്നു. എന്നും നിത്യവൃദ്ധനായിട്ട് കഴിയാൻ വേണ്ടിയിട്ട് ശപിച്ച് കളഞ്ഞു. എന്താണ് ആന്തരികമായ അർത്ഥം? ആന്തരികമായ അർത്ഥം ഭാവന ചെയ്ത സുഖാനുഭൂതി നുകരുന്നവർക്ക് അവർക്ക് യാഥാർത്ഥ്യബോധം ഉണ്ടായിരിക്കില്ല. അവരുടെ കണ്ണുകളുടെ കാഴ്ചശക്തി ഭാഗികമായിരിക്കും. അവർക്ക് യാഥാർത്ഥ്യത്തെ അതേപടി കാണാൻ പറ്റില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടവരെല്ലാം വളരെ നല്ലവരും ഇഷ്ടപ്പെടാത്തവരെല്ലാം മഹാമോശവും ആയിരിക്കും. അയൽവക്കംകാരോട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ മേന്മയുള്ളവരും ചിലപ്പോൾ കുഴപ്പമുള്ളവരായിരിക്കും. ഇങ്ങനെ ഭാവനയിൽ അനുഭൂതികൾ നുകരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കണ്ണ് കാണാനുള്ള ശേഷി പരിമിതമായിരിക്കും. രണ്ടാമത് അവരെപ്പോഴും വാർദ്ധക്യം അനുഭവിക്കും. വാർദ്ധക്യത്തിൻ്റെ നന്മ എന്താണ്? നമുക്ക് ഒരുപാട് ഭാവനയുണ്ടാകും, പക്ഷേ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയത് വരികയില്ല. കാരണം ശാരീരികമായിട്ടുള്ള ശേഷിക്കുറവും സമൂഹത്തിൽ ഇടപെടാനും നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുവാനുള്ള മടിയും അലസതയും ഏതെങ്കിലുമൊക്കെ കാരണം കണ്ട് ഈ ഭാവനയിൽ അനുഭൂതി കൊണ്ടു നടക്കുന്നവരല്ലേ അനുഭവിക്കുന്നവർക്ക് എപ്പോഴും ഈ വാർദ്ധക്യ ഭാവമുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ശാപത്തിന് അവർ ഇരയായി എന്ന് വിശദീകരിക്കേണ്ടി വരുന്നത്. പക്ഷേ ഈ ഘോര യുദ്ധം നടന്നിട്ട് ആത്മബോധവും ആന്തരികമായ ജാഗ്രതയും ഭഗവാൻ രാമനും ലക്ഷ്മണനും വാനര സൈന്യവും എല്ലാം ബോധം കെട്ട് അന്തം കുന്തം ഇല്ലാതെ കിടന്നപ്പോൾ പക്ഷേ ജാമ്പവാനൊന്നും പറ്റിയില്ല. കാരണം എന്താണ്? ഏത് ദുരിതത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും മരണത്തിന് തൊട്ട് മുമ്പും ഭാവന ചെയ്ത അനുഭൂതി ഉണ്ടാക്കാൻ പറ്റും. നമ്മളിങ്ങനെ ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. മരണം ഇപ്പോഴാണോ പിന്നെയാണോ എന്നറിയത്തില്ലാത്ത മൊത്തം സങ്കീർണാവസ്ഥയിൽ കിടക്കുന്നവരുടെ അടുത്ത് പോയി സംസാരിക്കാൻ സാധിക്കുമെങ്കിലും അവർ വീണ്ടും മടങ്ങി വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മളൊക്കെ പറഞ്ഞ് തരും. ഇത് കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ, ഇത് ചെയ്യാമെന്ന് എപ്പോഴും ഭാവനയിൽ അനുഭൂതി അവർ നിർവഹിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മളുടെ മരണസമയത്തും നമുക്ക് സജീവമായിട്ട് ഉണർന്നിരിക്കുന്ന ഒരു കഴിവാണ് ഭാവനയിൽ അനുഭൂതി സൃഷ്ടിക്കാനുള്ള കഴിവ്. അതുകൊണ്ട് രാമകഥയിൽ സർവരും ബോധക്ഷയത്തിലും മരണത്തിലൊക്കെ പെട്ടുകിടക്കുമ്പോഴും ഉണർന്നിരിക്കുന്ന ഒരാളാണ് ഭാവന ചെയ്ത് അനുഭൂതി ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം. പക്ഷേ ഇദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ജോലിക്ക് മുൻകൈ എടുക്കാൻ പറ്റൂല. ഇദ്ദേഹം ഭാവന ചെയ്തിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കും. കാരണം ഉപദേശകരിൽ 99% പേരും ഭയങ്കര ഭാവന ചെയ്യുന്നവർ ആയിരിക്കും. പക്ഷേ അവരൊന്നും ചെയ്യല, അവരോട് ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെയ്യല. ഈ വിദ്വാൻ തന്നെയാണ്, ഈ ജാമ്പവാൻ തന്നെയാണ് ലങ്കയിലേക്ക് ഹനുമാന് ചാടാൻ വേണ്ടിയിട്ടുള്ള എരി കയറ്റിയതും. അതുവരെയും അദ്ദേഹം ചാടിയിട്ടേ ഇല്ലായിരുന്നു. എരി കയറ്റി ഒറ്റച്ചാട്ടം വെച്ച് കൊടുത്തു, ബാക്കി അത് കുറിക്കുകൊണ്ടു. അദ്ദേഹം തന്നെയാണ് ഇവരെല്ലാവരും അസന്നരായി കിടക്കുമ്പോൾ ഈ ജാമ്പവാൻ നോക്കുമ്പോൾ ആരോ 2 പേര് വന്നു. അദ്ദേഹത്തിന് കാഴ്ചശക്തി ഇല്ലാത്തതുകൊണ്ട് വന്നത് ഹനുമാനും പിന്നെ വിഭീഷണനാണെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല. വളരെ യാഥാർത്ഥ്യത്തോടെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ 3 പേരായി. ഒന്ന് ഭാവന ചെയ്ത് അനുഭൂതിയിൽ അല്ലെങ്കിൽ ഭാവന ചെയ്ത് സുഖം കണ്ടെത്താനുള്ള കഴിവ്, ഏത് സമയത്തും ബോധക്ഷയം സംഭവിക്കില്ല. രണ്ടാമത്തേത് ഹനുമാൻ ഭക്തിയോഗിയാണ്. ഏത് ദുഃഖത്തിലും ഏത് ദുരിതത്തിലും മരിക്കാതെ ഇരിക്കുന്നത് ഈശ്വരനോടുള്ള ഭക്തിയാണ്. അവസാന നിമിഷത്തിലും ഈശ്വരനെ സജീവമായിട്ട് ആരാധിക്കാനുള്ള മനസ്സിൻ്റെ കഴിവാണ്. മൂന്നാമത്തേത് വിഭീഷണൻ
ജ്യോതി പറഞ്ഞ പോലെ ഒരു പുസ്തകമുണ്ട്. ഈ വിഷയങ്ങളെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ രാമായണം 23 എന്ന ഗ്രന്ഥത്തെ വിശദീകരിച്ചിട്ടുണ്ട്. മുഴുവൻ നമുക്ക് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പം വിഭീഷണൻ ഈശ്വരീയമായിട്ടുള്ള അറിവുകളെ വലിച്ചെടുക്കുന്ന, ധ്യാനത്തിലൂടെ നേരത്തെ പറയും വലിച്ചെടുക്കുന്ന കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ 3 ഗുണങ്ങളാണ് നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ ആഘാതത്തിൽപ്പെട്ട് നമ്മുടെ ആത്മീയ ചിന്തകളും ആത്മീയമായിട്ടുള്ള താല്പര്യങ്ങളും ക്ഷയിച്ച് കിടക്കുമ്പോഴും സജീവമായിട്ടുള്ളത്. ഒന്നാമത്തേത് ഇങ്ങനെ സങ്കല്പിച്ചിട്ട് ഭാവന ചെയ്തിട്ട് നമ്മൾ അങ്ങനെയാകുന്നതും, നമ്മൾ ആ തീർത്ഥാടന കേന്ദ്രത്തിൽ പോകുന്നതും, നമ്മൾ ഈ പുസ്തകം വായിച്ചിട്ട് പിന്തുടരുന്നതും, നമ്മൾ സത്യസന്ധത, സ്നേഹം, ദയ, കരുണ, വിട്ടുവീഴ്ച, അച്ചടക്കം, ഇങ്ങനത്തെ സദ്ഗുണങ്ങളെല്ലാം ശീലിക്കുന്നതൊക്കെ ഭാവന ചെയ്തിട്ട് ചുമ്മാ ആസ്വദിക്കാൻ നമുക്കൊരു ചിലവും ഇല്ല. അതും മരിക്കൂല. രണ്ടാമത്തെ ഗുണം എന്താണ്? ഭക്തിയോഗ, ഈശ്വരനിലുള്ള ആരാധനയും അർപ്പണവും. അതും ബോധക്ഷയം വരൂല, അതും അവിടെ ഉണ്ടാവും. മൂന്നാമത്തേത് ഈശ്വരനിൽ നിന്ന് അറിവ് നേടാനുള്ള, ഈശ്വരൻ്റെ മാർഗനിർദ്ദേശം തേടാനുള്ള കൊതിയും, അതും അവിടെ മരിക്കാതെ ഉണ്ടാവും. ഇവിടെ രാമായണത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. ജാമ്പവാന് വിഭീഷണനെ കണ്ടപ്പം ചോദിച്ചു, ഹനുമാൻ എവിടെയാണെന്ന്. അപ്പം വിഭീഷണൻ ചോദിക്കുന്നുണ്ട്, ഭഗവാൻ രാമനെയും ലക്ഷ്മണനെയും അന്വേഷിക്കാതെ നീ എന്തുകൊണ്ടാണ് ഹനുമാനെ അന്വേഷിക്കുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഹനുമാൻ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും ജീവിതത്തിലേക്ക് തിരിച്ചു വരും. എന്താണ് ആന്തരികാർത്ഥം? ഈശ്വരനോടുള്ള ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ തിരിച്ചു വരും. അടുത്ത ജന്മത്തിൽ കാണാം. ഊണിന് നേരമല്ല. എത്രയാ? അപ്പോൾ ഇനി നീട്ടുണ്ട് ഒരു അലസല്ല, സമയകൃത്യത. ഇതൊരു വലിയ യുദ്ധമല്ലേ. ഉള്ള കഥാപാത്രങ്ങളെല്ലാം ചാടി വന്നിട്ടുണ്ട്. സമയം നിയന്ത്രിക്കാൻ പറ്റില്ല, കൂട്ടപ്പൊരിച്ചിലായിരിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്താൻ പറ്റാതെ വരും. കഥ എവിടെ വരെ എത്തി? വിഭീഷണന് എന്ത് പറ്റി? അതെ, എന്തോ സംഭവിച്ചു. ഭൗതിക ജീവിതം ബുദ്ധി പിടിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ സന്തോഷം തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ അതും ഇതും എല്ലാം കാണിച്ച് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതനുസരിച്ച് കൂടുതൽ അസുഖങ്ങൾ, കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്താൽ പുതിയ സന്തോഷങ്ങൾ വരുമെന്നും പറഞ്ഞ് ബുദ്ധി നമ്മളെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ കുഴപ്പത്തിലാവും. പക്ഷേ നമ്മളിൽ ആത്മീയമായിട്ടുള്ള ചിന്ത ഉറങ്ങാതെ അവിടെ നിലനിൽക്കും. അപ്പോൾ 3 ഗുണങ്ങൾ നമ്മളിലും മരിക്കാതെ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാവും. ഒന്നാമത്തേത് ഭാവന ചെയ്ത അനുഭൂതി. നമ്മളിങ്ങനെ മെഡിറ്റേറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പ്രകാശമായിട്ട് മാറുന്നതും, നമ്മൾ ആരാധിക്കുന്ന ഈശ്വരനുമായിട്ട് ഏകത അഭ്യസിക്കുന്നതുമായിട്ടുള്ളതൊക്കെ ഭാവന ചെയ്തിട്ട് നമ്മൾ ധ്യാനിക്കും. ധ്യാനം കഴിഞ്ഞിട്ട് മുഖമെല്ലാം കഴിഞ്ഞിട്ട് സാധാരണ ജീവിതം നയിക്കും. അതിനാണ് ഭാവന ചെയ്ത അനുഭൂതിയിലായിരിക്കാനുള്ള കഴിവെന്ന് പറയുന്നത്. അപ്പം ഭൗതികവും ആത്മീയമായിട്ട് ഭാവന ചെയ്ത അനുഭൂതിയിലായിരിക്കാനുള്ള കഴിവിനെയാണ് ജാമ്പവാൻ എന്ന് പറയുന്നത്. അദ്ദേഹം വലിയ രാമഭക്തനായിരുന്നു, നിങ്ങൾക്കറിയാവുന്നതുപോലെ. രണ്ടാമത്തെ കഴിവെന്ന് പറയുന്നത് ഭക്തിയോഗിയാണ്. ഈശ്വരനിൽ പൂർണ്ണമായിട്ട് അർപ്പിക്കാനുള്ള കഴിവ് മരിക്കാതെ അവിടെ തന്നെ ഉണ്ടാകും. മൂന്നാമത്തേത് ഈശ്വരനിൽ നിന്ന് അറിവ് സ്വീകരിക്കാനുള്ള, മാർഗനിർദ്ദേശം സ്വീകരിക്കാനുള്ള, ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അറിവ് സ്വീകരിക്കാനുള്ള കഴിവ്, അതും അവിടെ സജീവമായിട്ടുണ്ടാവും. എന്നിട്ട് ജാമ്പവാൻ രാമലക്ഷ്മണന്മാരെ അന്വേഷിക്കാതെ ഹനുമാനെ തിരയാൻ എന്താണ് കാരണം പറഞ്ഞത്? ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരെല്ലാം ജീവനിലേക്ക് തിരിച്ചു വരും. ആന്തരികമായിട്ടുള്ള അർത്ഥം ഭക്തി, ഈശ്വരനുള്ള അർപ്പണമുണ്ടെങ്കിൽ ഏത് ദുരിതത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നും തിരിച്ചു വരാനുള്ള ഒരു പിടിവെള്ളി അപ്പോഴും സജീവമായിട്ട് അവിടെ ഉണ്ട് എന്നാണ്. എന്നിട്ട് ജാമ്പവാനോട് എന്ത് പറഞ്ഞു? നീ പോയിട്ട് അങ്ങ് അവിടെയോ കുറേ മരുന്നുകളൊക്കെ ഉണ്ട്, അതെല്ലാം മറിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അതെന്തായിരുന്നു ഔഷധം, അങ്ങനത്തെ കുറേ മരുന്നുകളെല്ലാം പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ മുറിവേറ്റവരെ സുഖപ്പെടുത്താനും മരിച്ചവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും ബോധക്ഷയം വരുന്നവരെ ബോധത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനൊക്കെ സാധിക്കുമെന്ന് ജാമ്പവാൻ ഹനുമാനെ ഉദ്ബോധിപ്പിക്കുകയാണ്. അപ്പം ഭക്തിയോഗയുള്ളവർ, ഈശ്വരനിൽ ഭക്തിയുള്ളവർ, അർപ്പണമുള്ളവർക്ക്, അവർക്ക് ആത്മീയ ജീവിതത്തെ പൂർണ്ണമായിട്ട് അവരുടെ ഭൗതിക ജീവിതത്തെ ആത്മീയമായ അറിവുകൾക്കനുസരിച്ച് കൊണ്ടു നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അവരുടെ ആത്മബോധത്തിന് മങ്ങലേറ്റെങ്കിൽ അവർക്ക് ദേഷ്യവും ഭയവും സങ്കടവും വേദനയും പരാതിയും പരിഭവമൊക്കെയാണ് ജീവിതത്തെ ഭരിക്കുന്നതെങ്കിൽ, ആത്മീയമായ അറിവുകളല്ല മറിച്ച് ഭൗതിക ജീവിതത്തിൻ്റെ വേദനകളാണ് ജീവിതത്തെ ഭരിക്കുന്നതെങ്കിൽ, ഈശ്വരനിൽ അർപ്പണമുണ്ടെങ്കിൽ ഈ 3-4 മരുന്നുകൾ നമ്മൾ കണ്ടുപിടിക്കണം. എവിടെയാണത്?
അത് രണ്ട് പർവ്വതങ്ങളുടെ ഇടയിലുള്ള ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. പർവ്വതങ്ങൾ വനം എന്നതുപോലെ പർവ്വതവും പുരാണ കഥകളിലെ ഒരു പ്രധാന പ്രതീകമാണ്. വനം അന്ധമായ ഭൗതിക ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകമാണെങ്കിൽ ഈ വലിയ മലകൾ പ്രതിബന്ധത്തെ സൂചിപ്പിക്കുന്ന പ്രതീകമാണ്. അങ്ങോട്ട് അപ്പുറയോട്ട് പോകാൻ പറ്റില്ല. മടിയൻ മല ചുമക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് മടി പിടിച്ചിരിക്കുന്നവർ എന്നും തടസ്സങ്ങളെ ആയിരിക്കും മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. എന്ത് പറഞ്ഞാലും അത് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അവരെന്ത് പറയും? അയ്യോ ഭയങ്കര മഴയല്ലേ, ഇപ്പോൾ അത് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ അവരുടെ മനസ്സിൽ, അവരുടെ ചിന്തയിൽ, അവരുടെ തലയിൽ എപ്പോഴും എന്തായിരിക്കും? തടസ്സമായിരിക്കും, മലയായിരിക്കും. അതുകൊണ്ടാണ് മടിയൻ മല ചുമക്കുമെന്ന് പറയുന്നത്. പുരാണ കഥകളിൽ എവിടെ മല വരുന്നോ അത് തടസ്സത്തെ സൂചിപ്പിക്കുന്ന പ്രതീകമാണ്. ഇവിടെ ഭക്തിയോഗ ഈശ്വരനിൽ വിശ്വാസമുള്ളവരുടെ ജീവിതം സങ്കടങ്ങളാലും ദുരിതങ്ങളാലും ദുഃഖങ്ങളാലൊക്കെ അവരുടെ ആത്മബോധത്തിന് മങ്ങലേറ്റ് അത് ജീവിതത്തിൽ പ്രകടമാകുന്നില്ല, അത് വാക്കുകളിൽ പ്രകടമാകുന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ജാംബവാൻ നമ്മുടെ ഭാവന എല്ലാം സുഖം ആസ്വദിക്കുന്ന പാർട്ടി ഭാവന ചെയ്യുമ്പം ഭാവനയിൽ കൊണ്ടുവരാവുന്ന 4 മരുന്നുകളെ പറ്റിയാണ് പറയുന്നത്. ഇത് മലകൾക്കിടയിലാണ്, നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾക്കിടയിലാണ് കിടക്കുന്നത്. മലകൾ തടസ്സങ്ങളിലാണ് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് ഈ 2 മലകൾക്ക് ഋഷഭവും കൈലാസപർവ്വതത്തിൻ്റെ ഇടയ്ക്കാണ് ഇതെന്നാണ് ചിലയിടത്ത് വിശദീകരിച്ചിരിക്കുന്നത്. ഈ പർവ്വതങ്ങളുടെ ഇടയിൽ കിടക്കുന്ന ഈ മരുന്ന് ഈ തടസ്സങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മളിത് കണ്ടെടുക്കേണ്ടി വരുന്നുണ്ട്. ഇത് കണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ, ഇത് കണ്ടെടുക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ആത്മബോധം പുത്തനുണർവോടെ മടങ്ങി വരുവാനും ആത്മീയമായ അറിവുകൾ നിയന്ത്രിക്കുന്ന ഒരു ഭൗതിക ജീവിതം അല്ലെ ആത്മീയമായിട്ടുള്ള നമ്മുടെ നിയോഗങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് കൊണ്ടു നടക്കാനും. അപ്പോൾ നമ്മുടെ ആത്മീയമായിട്ടുള്ള നിയോഗങ്ങളിൽ നമ്മൾ പിന്തിരിയാൻ കാരണം നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വന്നിട്ട് നമ്മളെ ജീവിതത്തെ ഭരിക്കും. നമ്മുടെ കുടുംബ ഉത്തരവാദിത്തങ്ങൾ, തൊഴിൽ ഉത്തരവാദിത്തങ്ങൾ, സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ, അയലോക്കംകാർ പറഞ്ഞ് പഠിപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ ആത്മബോധത്തിന് ക്ഷയം സംഭവിക്കുകയും നമ്മുടെ ബന്ധങ്ങൾക്ക് മുറിവേൽക്കുകയും നമ്മുടെ ആത്മധൈര്യം ചോർന്നു പോവുകയും ചെയ്യും. എനിവേ, അപ്പോൾ ഈ മരുന്ന് കണ്ടെത്താൻ വേണ്ടി പോവുക. മരുന്ന് കണ്ടെത്താൻ വേണ്ടി പോകുമ്പോൾ ഇത് രാവണൻ അറിഞ്ഞു. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലായി മനസ്സ് മോഹിക്കുന്നത് ഭൗതിക ജീവിതത്തിന് മുകളിൽ ആത്മീയമായ അറിവുകൾ പ്രതിഷ്ഠിക്കാൻ വേണ്ടി പോവുകയാണെന്ന് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലായി. ഇവൻ ഈയിടെയായിട്ട് കുറച്ചുകൂടി പുസ്തക വായനയും ഗ്രന്ഥവായനയും പാരായണവും ക്ഷേത്ര സന്ദർശനവും ഒക്കെ കൂടിയിട്ടുണ്ട്. ഇവൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഈ ബുദ്ധി പരിശോധിക്കുകയാണ്. ബുദ്ധി എന്ത് ചെയ്യും? ബുദ്ധി വളരെ ബുദ്ധിമാനായതുകൊണ്ട് എന്ത് ചെയ്യും? ബുദ്ധി വിചാരിക്കും ഇവനൊരു പണി കൊടുത്തേക്കാം. ഗവൺമെൻറ്റിനെ പോലെയാണ്. ഗവൺമെൻറ്റിനെ പോലെ ഈ ബുദ്ധി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബുദ്ധി കൂടുതലായതുകൊണ്ട് ഇതിന് കാലതാമസം വരുത്താൻ തീരുമാനം ചെയ്യുവാൻ മാടുത്ത് ഉപേക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ബോധക്ഷയത്തിലായവരൊക്കെ ചത്തുപോകുന്നത് വരെ കാലതാമസം കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാവുന്നു. അതുകൊണ്ട് അദ്ദേഹം കാലനേമിയെ ഇതിന് കാലതാമസം വരുത്താൻ വേണ്ടി ഏർപ്പെടുത്തുകയാണ്. രാവണൻ കാലനേമിയോട് പറയാണ്, നീ ഇവൻ എങ്ങനെയും ഒരു കാലതാമസം വരുത്തണമെന്ന്. നേമി എന്ന് പറഞ്ഞാൽ ചക്രം എന്നാണ്. കാലചക്രത്തിനോട് സമയത്തോട് പറയാണ്, ഇത് സമയം അങ്ങോട്ട് നീട്ടിയിട്ടാൽ മതി. ഒരു 65, 75, 85, 95 വയസ്സ് വരെ നമ്മൾ പിടിച്ചു നിന്നിട്ടുണ്ട്. പിന്നെ ഇവനൊരു തിരിച്ചുവരവ്. ഇന്നത്തെ ആത്മീയ പരിശീലനങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കാം, നാളത്തേക്ക് മറ്റത്തുള്ളത്തേക്ക് മാറ്റിവെക്കാം, അന്നത്തേക്ക് ഇങ്ങനെ കാലതാമസം വരുത്തി പോയിട്ടുണ്ടെങ്കിൽ ഇവൻ എന്താണേലും തിരിച്ചു വരികയില്ല. അതുകൊണ്ട് ബുദ്ധി ഇവൻ്റെ ഭൗതിക ജീവിതത്തോടുള്ള ആസക്തിയെ നിലനിർത്താൻ വേണ്ടി, ഭൗതിക ജീവിതത്തെ ആത്മീയ ചിന്തകൾ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ബുദ്ധി ഉപയോഗിക്കുന്ന ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമാണ് എന്ത്? കാലതാമസം വരുത്തുക. അല്ല നമുക്ക് അടുത്ത ആഴ്ച പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ എന്ത് പറയും? അടുത്ത ആഴ്ച എനിക്ക് പറ്റില്ല, നമുക്ക് അടുത്ത മാസമാക്കാം. അങ്ങനെ കാലതാമസം വരികയും നമ്മുടെ ആത്മീയമായിട്ടുള്ള ബോധം അല്ലെങ്കിൽ ആത്മീയ മേധാവിത്വം നേടുന്നതിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ വേർതിരിച്ച് നിർത്താൻ വേണ്ടി ബുദ്ധിക്ക് അവസരം കിട്ടുകയും ചെയ്യും. കാലനേമി എന്ത് ചെയ്തു? കാലനേമി ഹനുമാൻ പോകുന്ന വഴിയിൽ ഒരു സന്യാസിയെ പോലെ വേഷം കെട്ടിയിട്ട്, ഭയങ്കര ആത്മീയ ചിന്തയെ പോലെ വേഷം കെട്ടിയിട്ട് അവിടെ ഒരു ആശ്രമമൊക്കെ സ്ഥാപിച്ചിട്ട് യവൻ എപ്പോഴാണ് വരുന്നതെന്ന് നോക്കി ഇരിക്കുക. കാലനേമി എന്ത് പറഞ്ഞു? ഹനുമാൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഹനുമാൻ അല്പം തോന്നി ഇവിടെ ഇങ്ങനെ ആശ്രമം വരാൻ
ഒരു കാര്യമില്ലല്ലോ. ഗൂഗിൾ മാപ്പ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു ആശ്രമമില്ല, പെട്ടെന്ന് ഇവിടെ ഒരു ആശ്രമം വരാൻ എന്താ കാരണം? ഏതായാലും അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അവിടെ ഇറങ്ങി വിശ്രമിക്കാൻ അദ്ദേഹം തീരുമാനിച്ച് കാലനേമി അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഇങ്ങനെ ബഹളം കൂട്ടുമൊന്നും വേണ്ട, ഭഗവാൻ രാമൻ്റെ പ്രഭാവത്താൽ ലക്ഷ്മണനും മറ്റുള്ളവരും എല്ലാം തന്നെ ഉണർന്നു കഴിഞ്ഞെന്ന്. ആന്തരികാർത്ഥം എന്താണ്? ബുദ്ധി നമ്മളോട് പറയും, ഒന്നും പേടിക്കണ്ട, നീ അനുഷ്ഠാനമൊന്നും ചെയ്തില്ലെങ്കിലും ഭഗവാൻ രാമൻ നമ്മളെ സംരക്ഷിച്ചോളും, നയിച്ചോളും. നിൻ്റെ ബുദ്ധി കൊണ്ട്, നിൻ്റെ കഴിവുകൊണ്ട്, നിൻ്റെ പ്രവർത്തനം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഭഗവാന്റെ പ്രഭാവത്താൽ എല്ലാം സെറ്റിലായിട്ടുണ്ട്, ധൈര്യമായിട്ടിരുന്നാളെ. ഹനുമാൻ ദാഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ കമണ്ടൂരിൽ നിന്ന് വെള്ളം കൊടുത്തെങ്കിലും ഹനുമാൻ അത് മതിയാകാതെ അടുത്തുള്ള കുളത്തിലേക്ക് പോയിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയുള്ളൊരു മകരമത്സ്യം അല്ലെങ്കിൽ ഒരു തിമിംഗലം അദ്ദേഹത്തെ പിടിച്ചു വീഴിക്കാൻ വന്നപ്പോൾ ഹനുമാൻ അതിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അതൊരു ഗന്ധർവ രൂപം സ്വീകരിച്ചിട്ട് ഹനുമാനോട് ഈ കാലനേമിയുടെ എന്താ പറയുക തരികിടയൊക്കെ പറഞ്ഞ് കൊടുത്തു. ആന്തരികമായിട്ടുള്ള അർത്ഥം എന്താണ്? ഒരു ആത്മീയമായിട്ടുള്ള അന്വേഷകൻ അല്ലെങ്കിൽ ആത്മബോധത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ബോധത്തിനെല്ലാം ക്ഷയം സംഭവിച്ചിട്ട് ആത്മീയമായിട്ടുള്ളൊരു ഉണർവും ഇല്ലാതെ ഇരിക്കുമ്പോൾ അതിനെന്താണ് പരിഹാരമെന്ന് അന്വേഷിച്ച് പോവുകയാണ്. അതിന് പരിഹാരങ്ങൾ നമുക്ക് അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് കാലതാമസം വരികയാണ്. നമ്മുടെ ബുദ്ധി വരിക, അല്ലെങ്കിൽ അടുത്ത ആഴ്ച പോകുക, ഇന്നിപ്പം കുട്ടികൾ വരുന്നുണ്ട്, ഇന്നിപ്പം അങ്ങോട്ട് പോകാനുണ്ട്, ഇന്നിങ്ങോട്ട് പോകാനുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ചെയ്യും. അടുത്ത ആഴ്ചയാകുമ്പോൾ വേറെ കാരണം കൊണ്ട് കാലനേമി വരും, സമയം വരും, അപ്പോൾ നമുക്കത് മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ആത്മീയമായിട്ടുള്ള ദാഹം ശമിപ്പിക്കാൻ വേണ്ടി ഈ കാലം നമുക്ക് ചെറിയ ചില കാര്യങ്ങളൊക്കെ തരും. ഭഗവാൻ എല്ലാം അറിയുന്നില്ലേ എന്നൊക്കെ നമ്മളോട് ചോദിക്കാം. അപ്പം നമുക്ക് സമാധാനമാകും, അറിയുന്നുണ്ടല്ലോ എന്ന്. അപ്പം ചെറിയ കമണ്ടലുവിലെ ദാഹം ശമിപ്പിക്കാതെ യഥാർത്ഥ അന്വേഷകൻ, ഭക്തിയോഗക്കാരൻ, എനിക്കിതുകൊണ്ടൊന്നും ശാന്തമാകില്ല, എൻ്റെ മനസ്സ് ശാന്തമാകണമെങ്കിൽ വലിയൊരു പരിഹാരം, വലിയൊരു മാറ്റം വരണമെന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. അദ്ദേഹം അതുകൊണ്ട് കുളത്തിലേക്ക് പോവുകയാണ്. കുളത്തിലേക്ക് പോകുമ്പോൾ വൈകാരികമായിട്ടുള്ള ശക്തിയെയാണ് തിമിംഗലം സൂചിപ്പിക്കുന്നത്. വെള്ളത്തിൻ്റെ തിമിംഗലം ഒരുപാട് വലിയ പ്രതീകമാണ്. വെള്ളത്തിൻ്റെ ശക്തിയെ സൂചിപ്പിക്കാൻ വേണ്ടി ശങ്കരാചാര്യര് ഒരു തിമിംഗലം പിടിച്ച് കഥ കേട്ടിട്ട്, ആ കഥ കേട്ടിട്ടില്ലേ? എൻ്റെ ടീച്ചർമാർ പറയുന്ന ഒരു തിമിംഗലം പിടിച്ചിട്ടുണ്ട്, അമ്മയോട് ആലോചന ചെയ്യാനൊന്നും നേരം കിട്ടില്ല, അത് പിടിച്ച് ഒരു അലക്ക് വെച്ച് കൊടുക്കും, അതോടെ അദ്ദേഹത്തിൻ്റെ കഥ കഴിയും. അതുകൊണ്ട് തിമിംഗലം ഇദ്ദേഹത്തിൻ്റെ കാലെ പിടിച്ചിട്ട് അമ്മയോട് ചോദിച്ചിട്ട് അനുവാദം വാങ്ങിയിട്ട് വേണം ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്യില്ല. കഥകളിലെ പ്രതീകാത്മകത പഠിക്കുമ്പോഴാണ് ആന്തരികമായിട്ടുള്ള അർത്ഥം. അമ്മയോടുള്ള അറ്റാച്ച്മെൻറ്റ് വിടുതൽ നേടുന്നില്ലെങ്കിൽ ഈ ജലം, വൈകാരികമായ ബന്ധത്തെ അയവ് വരുത്തുന്നില്ലെങ്കിൽ സന്യാസത്തിൻ്റെ ഗുണമേന്മ വളരെ കുറവായിരിക്കും, അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ അമ്മയിൽ നിന്ന് അനുവാദം വാങ്ങുന്നത് വഴി വൈകാരികമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് അയവ് വരികയും അദ്ദേഹം സന്യാസ ജീവിതത്തിലേക്ക് സ്വതന്ത്രനാകുകയും ചെയ്തതുപോലെ ഇവിടെയും ഹനുമാൻ്റെ കേസിൽ അദ്ദേഹത്തിന് വൈകാരികമായ ശാന്തത വേണം. അദ്ദേഹത്തിന് ആത്മീയമായിട്ടുള്ള ബോധത്തെ, ഭഗവാൻ രാമൻ, ലക്ഷ്മണൻ ആത്മീയ അനുഷ്ഠാനങ്ങളുടെ പ്രതീകമായിട്ടുള്ള വാനര സംഘമെല്ലാം മൃതപ്രായരായിട്ടിരിക്കുകയാണ്. ബുദ്ധി മേധാവിത്വം നേടുന്ന ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും വേദനകളിൽ നിന്നും വിമുക്തമാക്കാൻ വേണ്ടി, മനസ്സിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം മരുന്ന് അന്വേഷിക്കു പോകുന്നത്. അതിന് പരിഹാരം കാണാൻ വേണ്ടിയാണ്. പക്ഷേ അവിടെ അദ്ദേഹം വൈകാരികമായിട്ടുള്ള ആശ്വാസം തേടുമ്പോൾ ഭഗവാൻ എല്ലാം ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് ശാന്തത ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് വൈകാരികമായിട്ട് വീണ്ടും അദ്ദേഹത്തെ മുതല പിടിക്കുന്നതായി ചിത്രീകരിക്കപ്പെടുന്നത്. ഭക്തിയോഗി അഭ്യസിക്കുന്നവർ എല്ലാവർക്കും അറിയാം, അവർ ഭഗവാനെല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞാലും സങ്കടം വരുമ്പം വീണ്ടും കുഴപ്പത്തിൽ. ഭക്തിയോഗക്കാരുടെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് സാധാരണക്കാരെക്കാളും വേദനയും ദുഃഖവും അവരായിരിക്കും അനുഭവിക്കുന്നത്. കാരണം ഈശ്വരീയമായിട്ടുള്ള പ്രേമം വ്യക്തിത്വത്തിൽ ഉത്തേജിക്കപ്പെടുമ്പോൾ മനസ്സ് വളരെ മാർദ്ദവത്വമുള്ളതായി തീരുകയും ചെറിയ വാക്കുകളിലും ചെറിയ നോട്ടപ്പെശകുകളിലൊക്കെ അവർക്ക് കൂടുതൽ ആഴത്തി വേദന ഏൽക്കുകയും ചെയ്യും. അപ്പോൾ സങ്കടങ്ങൾ വിട്ടൊഴിയാത്ത ഒരു ജീവിതമായിട്ട് നമ്മൾ ഭഗവാന് മുമ്പിൽ സമർപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ സങ്കടത്തിൻ്റെയും വേദനയുടെയുമായിട്ടുള്ള ഘടകത്തെ ഒന്ന് കളയുകയാണെങ്കിൽ മനസ്സിലാകും, കാലനേമി എന്ന് പറയുന്നത് ഒരു ഡ്രാമയാണ്. നമ്മളെ വെച്ച് താമസിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽവാസികളും സമൂഹവും എല്ലാം കൂടെ
നമ്മളെ കുഴപ്പത്തിലാക്കുന്നത്. കാരണം നമ്മുടെ അറ്റാച്ച്മെൻറ്റ്, നമ്മുടെ വൈകാരികമായിട്ടൊരു ദാഹം, അവരെ സമാധാനിപ്പിക്കണം, അവർക്ക് സ്നേഹം കൊടുക്കണം, അവരുടെ ഇഷ്ടം പങ്കുവയ്ക്കണം, അവരുടെ ബഹുമാനം നിലനിർത്തണമെന്നുള്ള വൈകാരികമായിട്ടുള്ള ദാഹത്തെ ശമിപ്പിക്കുമ്പോൾ ആ മുതൽ നമ്മളെ വന്ന് പിടിക്കുകയും ആ മുതലയെ നമ്മൾ ഇല്ലാതാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ് കാലതാമസം വരുത്തുന്നത് ഈ സാധനങ്ങളെല്ലാം കൂടെ ആണ്. എൻ്റെ സുഹൃത്തുക്കൾ പലരും പറയായിരുന്നു റിട്ടയർ ചെയ്തിട്ട് വേണം ആത്മീയ പരിശീലനങ്ങളെല്ലാം കൃത്യതയോടെ ചെയ്തിട്ട് നല്ലൊരു നിലവാരത്തിലെത്താണെന്ന്. പക്ഷേ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അതിനേക്കാളും വലിയ ഭാരമായിരുന്നു. അന്ന് നിശ്ചിതമായിട്ടുള്ള അളവിൽ മാത്രമാണ് ഉത്തരവാദിത്തമെങ്കിൽ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അളവില്ലാത്ത വിധം ഉത്തരവാദിത്തങ്ങളുടെ മണ്ഡലം തുറക്കപ്പെടുകയും എവിടെയാണ് നമ്മൾ ആവശ്യമെന്ന് നമുക്ക് തന്നെ തിരിയാതെ ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് കാലനേമിയെ വധിച്ചു കഴിഞ്ഞ് ഹനുമാൻ വീണ്ടും തൻ്റെ യാത്ര തുടരുകയാണ്. ഹനുമാൻ മരുന്ന് പറിക്കാനാണെന്ന് മനസ്സിലായ ഉടനെ ഈ മരുന്നുകളെല്ലാം മറിഞ്ഞിരുന്നു, അവരെ പറിച്ചുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ആന്തരികാർത്ഥം എന്താണ്? ഭക്തിയോഗക്കാരൻ ഒരു മാർഗം അന്വേഷിക്കുമ്പോൾ ഒരു പരിഹാരവും കാണുകയില്ല. കാരണം ബുദ്ധി അപ്പുറം ഭയങ്കര യുദ്ധസന്നാഹമായിട്ട് നിൽക്കേണ്ട. അതുകൊണ്ട് ഭക്തിയോഗക്കാർക്ക് ബുദ്ധി ഉപയോഗിക്കാനുള്ള അവസരം താരതമ്യേന കുറവാണ്. കാരണം നമ്മൾ ഭഗവാനിലെല്ലാം സമർപ്പിച്ചിരിക്കുകയാണല്ലോ നമ്മുടെ ബുദ്ധിക്ക്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ജീവിതത്തിലെ വിഷയങ്ങളെ പറ്റി പരിഹാരം അന്വേഷിക്കുമ്പോൾ താരതമ്യേന നമുക്ക് പരിഹാരം കാണാതിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രശ്നത്തെ ഒന്നാകെ നമ്മൾ ജീവിതത്തിലുടനീളം എടുത്തുകൊണ്ട്, അതുകൊണ്ടാണ് കഥയെ ചിത്രീകരിക്കുന്നത് മരുന്ന് ഏതെന്ന് തിരിച്ചറിയാനോ കണ്ടെടുക്കാനോ പറ്റാത്ത ഹനുമാൻ ആ മലയെ അതേപടി പിഴുതുകൊണ്ട് തിരിച്ചു വരുന്നു. അതുകൊണ്ട് ഭക്തിയോഗ അഭ്യസിക്കുന്നവർ ആത്മബോധത്തെ പരിപുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ ബുദ്ധിയുടേതായിട്ടുള്ള ട്രാമയാണ് ഭരിക്കുന്നതെന്ന്, ജീവിതത്തിൻ്റെ ഗതി നിശ്ചയിക്കുന്നത് മനുഷ്യരോടുള്ള താല്പര്യവും അറ്റാച്ച്മെൻറ്റും ഉത്തരവാദിത്വം ആണെന്നൊക്കെ തിരിച്ചറിയുകയും കുറച്ചും കൂടി ആത്മീയമായിട്ടുള്ള അറിവുകൾക്ക് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണം. അതിനെന്താണ് മാർഗമെന്ന് അന്വേഷിക്കുമ്പോൾ അവർക്കൊരു മാർഗവും കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്യും? അവരുടെ ജീവിതത്തെ തടസ്സങ്ങളെല്ലാം കൂടി അവരെടുത്തോണ്ട് വരും. ഈ മരുന്നുകളുടെ മല ഈ യുദ്ധസ്ഥലത്ത് എത്തിച്ചേർന്നപ്പോൾ ആ മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ മുമ്പ് ഇതിൻ്റെ മണം അടിച്ച ഉടനെ വാനരന്മാരും രാമലക്ഷ്മണന്മാരെല്ലാം കൂടെ എഴുന്നേറ്റ്. അതുകൊണ്ട് ഈ ഭക്തിയോഗക്കാർ ഈ തടസ്സങ്ങൾ എടുത്തുകൊണ്ട് നടക്കുന്നത് കാണുമ്പം തന്നെ ആത്മീയ പരിശീലനം ചെയ്യുന്നവർക്ക് മനസ്സിലാകും സംഭവം ഇതാണെന്ന്. ഈ കുരുക്കിപ്പെട്ടിട്ടുണ്ട്, നമ്മൾ കുടുങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് അവരെ ആത്മബോധത്തെ സംരക്ഷിക്കും. ഏതൊക്കെയാണ് മരുന്ന്? ഒന്നാമത്തേത് മൃതസഞ്ജീവിനി, വിശല്യകരണി, സന്താനകരണി, മറ്റേ കരണി, സുവർണകരണി. ഇങ്ങനെ 4 മരുന്നുകളാണ്. അപ്പോൾ നമ്മുടെ ബോധം ആത്മബോധം ക്ഷയിച്ച് കഴിയുമ്പോൾ ഈ 4 മരുന്നുകൾ നമ്മൾ എപ്പോഴും കൈ കരുതണം. ഒന്നാമത്തേത് മൃതസഞ്ജീവിനി, മരണത്തെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അല്ലെ, മരണത്തിൽ നിന്ന് പിന്നെ നമ്മൾ ആത്മീയമായിട്ട് മരിച്ചു കിടക്കായിരിക്കും, ഭൗതിക ജീവിതത്തിലായിരിക്കും നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് മുങ്ങിക്കിടക്കുന്നത്. ആത്മീയമായിട്ടുള്ള ജീവൻ, ആത്മീയമായിട്ടുള്ള ഉണർവ്, ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് താല്പര്യം പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പം മൃതസഞ്ജീവിനി എന്ന മരുന്നിൻ്റെ മണം നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആത്മീയമായിട്ടുള്ള ഉണർവുള്ളവരായിരിക്കും. അപ്പം നമ്മുടെ സംഘടനകളിലും വേദനകളിലും നമ്മുടെ മരിച്ചുപോയ മനസ്സിനൊക്കെ പുനർജീവനം കൊടുക്കുന്ന ഗുണം ഏതാണ്? ഭയങ്കര മഴയാണോ നല്ല മഴയാണോ? നല്ല മഴയാണ്. കേൾക്കാൻ പറ്റുന്നുണ്ട്? നമ്മുടെ ജീവിതം തകർന്നു കഴിയുമ്പോൾ, നമ്മുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, നമ്മുടെ ആത്മീയ ബോധമെല്ലാം എവിടെയാണെന്ന് എന്താണെന്ന് അറിയാതെ വരുമ്പോൾ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മളെ ഉത്തേജിപ്പിക്കുന്ന ഗുണം എന്താണ്? അതിനെയാണ് മൃതസഞ്ജീവിനി പ്രതിനിധീകരിക്കുന്നത്. കുട വേണ്ടല്ലോ. എന്താണ് പ്രതിനിധീകരിക്കുന്നത്? നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കാൻ വേണ്ടി ദുരിതത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും വേദനയിലും സങ്കടത്തിലും ആശുപത്രിയിലും മരണത്തിലൊക്കെ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ എന്ത് ഗുണം വേണം? അതിന് പ്രതീക്ഷ എന്ന് പറയും. പ്രതീക്ഷ. അതുകൊണ്ട് ഭക്തിയോഗം അഭ്യസിക്കുന്നവർക്ക് പ്രതീക്ഷയില്ലെങ്കിൽ നാളെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ദാരിദ്ര്യത്തിൽ നിന്നുള്ള വിമുക്തിയെക്കുറിച്ചും രോഗത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നതിനെ പറ്റിയും വിഷമം നിറഞ്ഞ ബന്ധങ്ങളിൽ നിന്ന് അതിജീവിക്കുന്നതിനെ പറ്റിയൊക്കെ പ്രതീക്ഷയില്ലെങ്കിൽ അവർ തുടരുക. പ്രതീക്ഷയില്ലാത്തവരെന്തിനാണ്?
ആ മരിക്കുമ്പോൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എന്ത് വേണം? ഒരു പ്രതീക്ഷ വേണം. അതുകൊണ്ട് മൃതസഞ്ജീവനി ഒരു വ്യക്തിപരമായ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഘടകമെന്ന് പറയുന്നത് പ്രതീക്ഷയാണ്. പ്രതീക്ഷയില്ലാത്തവർ നിരാശയിലും ആന്തരികമായിട്ടുള്ള മൃതിയിലും മരണത്തിലും മരിച്ചതുപോലെ ജീവിച്ചിരിക്കാൻ കാരണമാവും. അതുകൊണ്ട് മൃതസഞ്ജീവിനി പ്രതിനിധീകരിക്കുന്ന ആന്തരികമായിട്ടുള്ള ഗുണമെന്ന് പറയുന്നത് പ്രതീക്ഷയാണ്. വിശല്യകരണി എന്ന് പറഞ്ഞതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ശരീരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മുള്ളുകളെയും അമ്പിൻ്റെ മുനകളെയും കുന്തത്തിൻ്റെ അവശിഷ്ടങ്ങളെയൊക്കെ പുറത്തു കളയാനും സുഖപ്പെടുത്താനുമുള്ള മരുന്നായിട്ടാണ് വിശല്യകരണി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നും മുറിവേൽപ്പിക്കും വിധം നമ്മുടെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന അനുഭവങ്ങളെയും ആക്രമങ്ങളെയും പീഡകളെയും ബന്ധങ്ങളിലെയും സൗഹൃദങ്ങളിലെയും ഇടർച്ചകളെയൊക്കെ ഓർമ്മയിൽ വരുമ്പം വേദനിപ്പിക്കാൻ തക്കവഴും അവിടെ കുടുങ്ങിക്കിടക്കുന്ന മുള്ളുകളെയൊക്കെ പുറത്ത് കിടക്കണമെങ്കിൽ എന്ത് ഗുണം വേണം? ഇല്ലെങ്കിൽ ആ മുള്ള ഓർക്കുമ്പോൾ നമ്മുടെ ആത്മീയ പരിശീലനം നിരർത്ഥകമായി തീരും. ആന്തരികമായിട്ട് മുറിവുള്ള മനുഷ്യൻ എങ്ങനെയാണ് ഈശ്വരീയമായിട്ട് സമർപ്പിക്കപ്പെടുന്നത്? ആന്തരികമായിട്ട് മുറിവുകൾ വേദനിപ്പിക്കുന്ന മനുഷ്യൻ എങ്ങനെയാണ് ഈശ്വരനിൽ ആനന്ദം കണ്ടെത്തുന്നത്? നമ്മൾ വഴിയെ നടക്കാൻ പോകുമ്പോൾ നമ്മുടെ ചെരുപ്പുകൾ പാകമല്ലാത്തതാണെങ്കിൽ നമ്മുടെ യാത്രയിലുടനീളം നമ്മുടെ ശ്രദ്ധ എവിടെയായിരിക്കും? നമ്മുടെ അടുത്തുള്ളവരുടെ ചെരുപ്പിലായിരിക്കും. കാരണം നമ്മുടെ ചെരുപ്പ് നമ്മുടെയൊക്കെ കുഴപ്പം പിടിച്ചതായതുകൊണ്ട് എന്ന് പറഞ്ഞ പോലെ ആത്മീയമായിട്ടുള്ള അർപ്പണം സാധ്യമാകണമെങ്കിൽ ഹനുമാൻ, ഭക്തിയോഗിയുടെ പ്രതീകമായിട്ടുള്ള ഹനുമാനെ പിന്തുടരണമെങ്കിൽ, രാമനെ ഹൃദയത്തിൽ നിലനിർത്തണമെങ്കിൽ വിശല്യകരണിയുടെ മരുന്ന് ഇടയ്ക്കിടയ്ക്കെടുത്ത് മണപ്പിച്ച് നോക്കണം. നല്ല ഗന്ധം. അതുകൊണ്ട് രണ്ടാമത്തെ ആന്തരികമായിട്ടുള്ള മുറിവുകളെ സുഖപ്പെടുത്തുന്ന മരുന്ന് വിശല്യകരണി നമുക്ക് പറഞ്ഞു തരുന്ന ഗുണമെന്ന് പറയുന്നത് ക്ഷമിക്കാനുള്ള കഴിവാണ്. അതുകൊണ്ട് ഫൊർഗീവ്നെസ് ഈസ് തെറാപ്യൂട്ടിക് എന്നൊക്കെ ചില പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ക്ഷമിക്കുക എന്നത് നിങ്ങളെ സുഖപ്പെടുത്തുന്നത് ആണ്. എൻ്റെ ടീച്ചർ പറയായിരുന്നു, ആരാണ് ശരി ആരാണ് തെറ്റ് എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ശരിയായിട്ട് ചെയ്യുക എന്നതിൻ്റെ അർത്ഥമാണ് ക്ഷമിക്കുക എന്നത്. കാരണം നിങ്ങൾക്ക് ആത്മാവ് എന്ന നിലയിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ലെങ്കിൽ വീണ്ടും ജന്മമെടുത്ത് ക്ഷമാഭ്യസിക്കാൻ വേണ്ടി. നിങ്ങൾ ആ കഥ കേട്ടിട്ടില്ലേ? ചില കഥകൾ ഇങ്ങനെയാണ് പറയുന്നത്, ഈ ജന്മത്തിലെ ശത്രുക്കളാണ് നമ്മുടെ അടുത്ത ജന്മത്തിൽ ശിഷ്യന്മാരായിട്ടും കുട്ടികളായിട്ട് പറക്കുന്നത്. കാരണം നമ്മുടെ ശത്രുക്കളായിരിക്കും ഈ ജന്മത്തിൽ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കല്ല. വീണ്ടും അത് തേട്ടി വരുമ്പോൾ നമുക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്താലും നമുക്ക് എന്താണ് ഒരേ ഒരു ഓപ്ഷൻ? ക്ഷമിക്കുക എന്നതാണ്. അതുകൊണ്ട് പ്രകൃതിയുടേതായിട്ടുള്ള സംവിധാനം അനുസരിച്ച് നമ്മളെ ക്ഷമിപ്പിച്ചേ അടങ്ങുകയുള്ളൂ, എത്ര കാലം എടുത്താലും. അതുകൊണ്ട് ബെറ്റർ ഇപ്പം തന്നെ ഒന്ന് കടിച്ചു പിടിച്ചിട്ട് ക്ഷമിക്കുക. ഫോർഗീവ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സോൾ. ആത്മാവിൻ്റെ ദൗത്യമാണ് ക്ഷമിക്കുക എന്നല്ലാതെ അല്ലെങ്കിൽ നമുക്ക് ഈ വിശല്യകരണി ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ ആത്മീയ പരിശീലനങ്ങളുടെ ആത്മീയമായിട്ടുള്ള അർപ്പണത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആസ്വാദനം നമുക്ക് സാധിക്കുകയില്ല. കാരണം ഈശ്വരീയമായ ഏകത, പരമമായ ഏകതയെ ലംഘിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന മഹാ ആയുധമാണ് വിദ്വേഷവും വെറുപ്പും. നമ്മൾ രണ്ടായി കാണുന്നതാണ്. അതുകൊണ്ട് ഈശ്വരീയമായിട്ടുള്ള ഏറ്റവും വലിയ കൊലപാതകമെന്ന് പറയുന്നത് രണ്ടായിട്ട് കാണുക എന്നതാണ്. പരമമായ ഈശ്വര തത്വത്തെ വേർതിരിച്ച് കാണുക എന്നതാണ്. പരമമായിട്ടുള്ള ഈശ്വര തത്വത്തെ മുറിവേൽപ്പിക്കുക എന്നതാണ്. അതുവഴി നമ്മളോട് ബന്ധപ്പെട്ടവരും ആ മുറിവിൻ്റെ വേദനയുടെ ഇരയായിത്തീരും. കാരണം ഇങ്ങനെ എന്തുകൊണ്ടാണ്? നമുക്ക് വേദനയുണ്ടെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളോട് പെരുമാറുന്നതിന് വ്യത്യാസം വരും. നമുക്ക് ദേഷ്യം പെട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ഇടപെടലുകളിലും ദേഷ്യത്തിൻ്റേതായിട്ടുള്ള സ്വാധീനം കാണും. അതുകൊണ്ട് നമ്മൾ ദേഷ്യത്തിൻ്റെയും അസ്വസ്ഥതയുടെയും ഒക്കെ ആയിട്ടുള്ള ഒരു സ്രോതസ്സായിട്ട് മാറാതെ ഇരിക്കണമെങ്കിൽ ഈ വിശല്യകരണി എന്ന് പറയുന്ന ക്ഷമയുടെ ഈ കഷായം കഴിച്ചതാണേലും വേണ്ടിയാണെന്ന് ഓർത്ത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിച്ചു നോക്കണം. ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കും, പക്ഷേ വേറെ മാർഗമൊന്നും ഇല്ല. മൂന്നാമത്തേത് എന്താണ്? സന്താനകരണി എന്നതാണ്. വേർതിരിഞ്ഞ് കിടക്കുന്ന, മുറിവേറ്റ് വേർതിരിഞ്ഞ് കിടക്കുന്ന അവയവങ്ങളെ കൂട്ടിയോജിപ്പിക്കാനുള്ള, സന്ധിപ്പിക്കാനുള്ള മരുന്നായിട്ടാണ് സന്താനകരണി വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മുടെ ജീവിതം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലതിനെയും ഛേദിച്ചിട്ടുണ്ടാകും. ചില കുടുംബാംഗങ്ങളെ, ചില ബന്ധുക്കളെ, ചില സുഹൃത്തുക്കളെ, ചില താല്പര്യങ്ങളെ, ചില
ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മൾ ഭാരമുണ്ടാക്കുന്നതായതുകൊണ്ട്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായതുകൊണ്ട്, വേദന ഉണ്ടാക്കുന്നതായതുകൊണ്ട്, നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അകലം പാലിച്ചിട്ടുണ്ടാവും, വേർതിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ അകലങ്ങളെയെല്ലാം യോജിപ്പിച്ചിട്ടില്ലെങ്കിൽ അകലങ്ങളെന്നും തുടരും. വാട്ട് എവർ യു സ്റ്റാർട്ട് യു ഹാവ് ടു ഫിനിഷ് എന്നൊക്കെ എൻ്റെ ടീച്ചർ പറയും. എന്താണോ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് അതിനൊരു തുടർച്ച ഉണ്ട്, അത് അവസാനിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഭാരതീയ പാരമ്പര്യത്തിൻ്റെ നിഗമനങ്ങളനുസരിച്ച് അനേകായിരം ജന്മങ്ങൾ കടന്നു പോകേണ്ട ഒരു ഡ്രാമയാണ് ഒരു ചിന്ത വഴി, ഒരു വാക്ക് വഴി, ഒരു പ്രവർത്തനം വഴി, ഒരു സമീപനം വഴി നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് സൃഷ്ടിക്കുന്നതിന് എല്ലാം പരിപാലിക്കുന്ന തത്വത്തെയാണ് വിഷ്ണു തത്വം എന്ന് പറയുന്നത്. കാരണം വിഷ്ണു ഭഗവാൻ പരിപാലനത്തിൻ്റെ തത്വമാണ്. നല്ലതാകട്ടെ മോശമാകട്ടെ എന്ത് സൃഷ്ടിച്ച ഉടനെ പുള്ളി പരിപാലനം തുടങ്ങുകയായി. അതുകൊണ്ടാണ് നല്ലതും മോശമായിട്ടുള്ള ആൾക്കാരെല്ലാം മുമ്പോട്ട് പോകുന്നത്. അവർക്ക് പലപ്പോഴും നമ്മൾ വിചാരിക്കും അവർ ഇത്രയും മാത്രം നല്ലതല്ലാത്ത കാര്യങ്ങൾ ചെയ്താലും അവരുടെ അധികാരത്തിനോ അവരുടെ സമ്പത്തിനോ അവരുടെ സൗഭാഗ്യങ്ങൾക്കോ കുറവൊന്നും, കർമ്മനിയമം അതിൻ്റെ ജോലി ചെയ്യും. പക്ഷേ വിഷ്ണു ഭഗവാന്റെ തത്വമെന്ന് പറയുന്നത് പരിപാലിക്കുക എന്നതാണ്. എന്ത് സൃഷ്ടിച്ചാലും അതിനെ പരിപാലിക്കുക. അമ്മമാരെ പോലെയാണ്. സൃഷ്ടിച്ചിട്ടുണ്ട്, അതിനെ പരിപാലിക്കാനുള്ള പ്രവണത കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെറുപ്പിൻ്റെയും അകൽച്ചയുടെയും മുറിവിൻ്റെയും പിണക്കത്തിൻ്റെയും വിരോധത്തിൻ്റെയും പകയുടെയൊക്കെ സ്വാധീനം കാരണം നമ്മൾ അകൽച്ചകൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ അകൽച്ചകളെ ചേർത്ത് വയ്ക്കാനുള്ള മരുന്നിനെയാണ് സന്താനകരണി എന്ന് പറയുന്നത്. നമ്മുടെ ആത്മീയമായിട്ടുള്ള ഗുണങ്ങളിൽ അത് ലക്ഷ്യബോധത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ വിവാഹം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിർബന്ധിച്ച്. നമ്മൾ സന്തോഷം നിറഞ്ഞൊരു ജീവിതത്തിന് വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ, സന്തോഷം നിറഞ്ഞൊരു ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ പുതിയ വീട് പണിയുന്നതെങ്കിൽ, സന്തോഷം നിറഞ്ഞൊരു ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ ലക്ഷ്യത്തെ മറക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ തുടരും. അതുകൊണ്ട് സന്തോഷം എന്നത് ഒരു മാർദ്ദവ വികാരമല്ല, ഒരു ഉറച്ച തീരുമാനം എടുക്കലാണ്. നിങ്ങൾ എന്തിനാണ് ഇത് തുടങ്ങിയതെന്ന് മറന്നു പോകാതിരിക്കുകയെന്ന്. എന്തിനാണ് ഇത് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്? അന്ന് അങ്ങനെ തോന്നിയെന്നേ ഉള്ളൂ, ഇപ്പം വേറെ ഒന്നല്ല. ഇത് നിങ്ങൾ തുടങ്ങിയത് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷമുള്ള, കൂടുതൽ സുഖമുള്ള, കൂടുതൽ സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നതെല്ലാം ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും കുഴപ്പം വരുമ്പോൾ ഉടനെ ഹൃദയത്തിന് മുറിവേറ്റു, ഛേദിക്കപ്പെട്ടു, ആഗ്രഹങ്ങളുമായിട്ട് ബന്ധമില്ലെന്ന്. അതുകൊണ്ട് നമ്മൾ എന്തിനു വേണ്ടിയാണോ തുടങ്ങിയത് എന്ന ലക്ഷ്യത്തെ ഉറപ്പിച്ച് നിർത്താനും മറ്റ് രണ്ട് മരുന്നുകളുടെ ക്ഷമയുടെയും പ്രതീക്ഷയുടേതുമായിട്ടുള്ള മരുന്നുകളോട് ചേർത്തിത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള അറിവുകളിൽ തുടരാനും ആത്മീയമായിട്ടുള്ള ഉണർവിനെ നിലനിർത്താനും സാധിക്കും. അവസാനത്തെ മരുന്ന് എന്തായിരുന്നു? സുവർണകരണി. സുവർണകരണി പുസ്തകങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്നത് മുറിവുകളും ചതവുകളൊക്കെ ഏറ്റിട്ടൊക്കെ ഒരുപാട് വടുക്കളും പാടുകളൊക്കെ ഉണ്ടാവും. അതിനെ മറ്റു ശരീരഭാഗങ്ങളെപ്പോലെ തന്നെ സുഖപ്പെടുത്താൻ വേണ്ടി, മറ്റു ശരീരഭാഗങ്ങളുടെ അതേ വർണ്ണത്തിലാക്കുവാൻ വേണ്ടി, അതേ രീതിയിലാക്കുവാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മരുന്നാണ് സുവർണകരണി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ടുള്ള മാർഗത്തിൽ ഒരുപാട് ഉച്ചനീചത്വങ്ങൾ നമ്മൾ പെരുമാറും. ചിലരെ നമ്മൾ ഒരുപാട് നല്ല മനുഷ്യരായിട്ട് കാണും, ചിലർ ചെറിയ മനുഷ്യരായിട്ട് കാണും. ഇങ്ങനെ വർണ്ണവിവേചനം ഉണ്ടാവും, നന്മയുടെയും മോശത്തിൻ്റെതും. പക്ഷേ ആത്മീയമായിട്ടുള്ള ഔന്നത്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവരെയും തുല്യമാരായിട്ട് പരിഗണിക്കാനും ബഹുമാനിക്കാനും പക്ഷേ കൃത്യമായിട്ട് ഇടപെടുവാനുള്ള കഴിവ് വേണം. അത് ഇത് രണ്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന വരുന്ന ആത്മധൈര്യമാണ്. ആത്മധൈര്യം, ആത്മാവിൽ ധൈര്യമുണ്ടെങ്കിൽ, ആത്മാവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ എല്ലാവരെയും നിങ്ങൾക്ക് നന്നായിട്ട് പെരുമാറാൻ സാധിക്കും. ആത്മാവിനും ക്ഷീണവും വൈകല്യമൊക്കെ ഉണ്ടെങ്കിൽ ചിലരെ മനുഷ്യരെ കാണുമ്പോൾ നല്ലതായിട്ട് തോന്നും, ചിലരെ കാണുമ്പോൾ മോശമായിട്ട് തോന്നും, അങ്ങനെ തോന്നും. പക്ഷേ നിങ്ങളുടെ ആത്മാവിലാണ് നിങ്ങൾ ധൈര്യപ്പെടുന്നതെങ്കിൽ, ആത്മാവിലാണ് നിങ്ങൾ ഊന്നൽ കൊടുക്കുന്നതെങ്കിൽ മറ്റുള്ളവർ നല്ലവരോ മോശമോ ഉയർന്നവരോ താഴ്ന്നവരൊക്കെ ആയിരിക്കും. അതിന് നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി ഒരു പ്രതീക്ഷയുണ്ട്, നിങ്ങൾക്ക് ക്ഷമിക്കാനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ ധൈര്യം സംഭരിക്കുക. ഇങ്ങനെയും മരുന്നുകളുടെ എല്ലാം ഗന്ധമേറ്റപ്പോഴത്തേക്കും വാനര സൈന്യവും രാമലക്ഷ്മണന്മാരെല്ലാം ചാടി എഴുന്നേറ്റിട്ട് സന്നദ്ധരായി. പക്ഷേ അവിടെ കഥയിൽ പറയുന്നത് അവിടെ രാക്ഷസന്മാരുടെ ശരീരങ്ങളൊന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് ഈ മരുന്നുകളുടെ ഗന്ധമേറ്റ അല്ലെങ്കിൽ മരുന്നുകളുടെ ഫലമായിട്ട്
വീണ്ടും രാക്ഷസന്മാർക്ക് പുനരുജ്ജീവിക്കാനോ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനോ രാക്ഷസന്മാരുടെ ശരീരങ്ങളൊന്നും അവിടെ രാക്ഷസന്മാരുടെ ശരീരമില്ല. എന്ത് ചെയ്തു? രാവണൻ്റെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ച് ഈ മരിച്ച രാക്ഷസന്മാരുടെ എണ്ണം ഈ വാനര സൈന്യമൊക്കെ കണ്ടിട്ട് അവർക്ക് ആത്മവിശ്വാസം കൂടാതിരിക്കാൻ വേണ്ടി മരിച്ച രാക്ഷസന്മാരുടെ എല്ലാം ശവശരീരം വീഴുന്ന അനുസരിച്ച് പെറുക്കി കടലിലേക്ക് എറിഞ്ഞ് കളയാൻ വേണ്ടി അദ്ദേഹം തന്നെ ഓർഡർ ചെയ്തു. ബാക്കി കുറച്ച് കടന്ന ശവശരീരങ്ങൾ വാനരന്മാരും എടുത്ത് എറിഞ്ഞ് കളഞ്ഞു. അതുകൊണ്ട് മരുന്നുകൾ തിരിച്ചു വന്നപ്പോൾ ജീവിതത്തിലേക്ക് യുദ്ധസന്നദ്ധരാകാൻ തക്കവിധം സന്നദ്ധരാകാൻ വേണ്ടി അവിടെ രാക്ഷസന്മാരുടെ ശരീരങ്ങളൊന്നുമില്ലായിരുന്നു. ആന്തരികമായ അർത്ഥം രാക്ഷസൻ എന്നതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം എന്നത് രമിപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. എന്ന പദം ക്ഷമയോട് ബന്ധപ്പെട്ടതാണ്. ക്ഷമകേടിനെ സൂചിപ്പിക്കുന്നതാണ് രാക്ഷസൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്ഷമകേടിൻ്റെ സ്വാധീനം ജീവിതത്തിലുണ്ടെങ്കിൽ ഇതൊന്നും ഇപ്പം നടക്കണം, നാളെ നടക്കണം, നാളത്തെ കഴിഞ്ഞ് നടക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ട്രാഫിയൊന്നും നടക്കില്ല. ഇത് കുറച്ചു കാലം എടുക്കും. നമ്മൾ പാകപ്പെട്ട് വരണം, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറി വരണം, നമ്മുടെ ആത്മീയമായിട്ടുള്ള വിശ്വാസം ആഴപ്പെട്ട് വരണം. അപ്പോൾ നമ്മൾ ക്ഷമയോടെ തുടരേണ്ടി വരും. ഈ മനോഹരമായിട്ടുള്ള അവസരം ഇങ്ങനെ സംലഭ്യമാകുവാൻ പ്രധാന കാരണം രാധാമണി ടീച്ചർ, ഡോക്ടർ രാധാമണിയാണ്. അദ്ദേഹത്തെ പറ്റി എനിക്ക് ഒരുപാട് ബഹുമാനവും ആദരവും സ്നേഹമുണ്ട്. അത് ഞാൻ പ്രകടിപ്പിക്കുകയാണ്. അതോടൊപ്പം ദേവസ്വം കമ്മിറ്റിയോടും നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദിയും ഈ സാഹചര്യം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഈശ്വരതത്വങ്ങളോടുള്ള വിധേയത്വവും പൂർണ്ണമായിട്ട് പ്രഖ്യാപിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു. നമസ്തേ.